യുണൈറ്റഡ് സ്റ്റേറ്റ്സും ഇറാനും തമ്മിൽ നേരത്തെ ഒപ്പിട്ട വെടിനിർത്തൽ കരാർ വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നതായി റിപ്പോർട്ടുകൾ. പുതിയ ചർച്ചകൾ ആരംഭിക്കാനിരിക്കെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ വർദ്ധിച്ചത് ആഗോള എണ്ണ വിപണിയെയും സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയാണ്. ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ വാഗ്ദാനങ്ങൾ ലംഘിച്ചുവെന്ന് അമേരിക്ക ആരോപിച്ചതും ഇസ്രായേൽ ലെബനനെ ആക്രമിച്ചത് വെടിനിർത്തൽ ധാരണയുടെ ലംഘനമെന്ന് ഇറാൻ കുറ്റപ്പെടുത്തിയതുമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന പ്രതിഷേധത്തിന് കാരണം. ഹോർമുസ് കടലിടുക്കിലെ ഉപരോധം ചർച്ചകൾക്ക് മുൻപ് പൂർണ്ണമായും ഒഴിവാക്കില്ലെന്ന നിലപാടിലാണ് ഇറാൻ. ലെബനനിലേക്ക് ഇസ്രായേൽ തുടർച്ചയായി ആക്രമണം നടത്തുന്നതിൽ കടുത്ത വിമർശനവും ഇറാൻ ഉന്നയിക്കുന്നു. കരാറിന്റെ ഭാഗമായുള്ള നിബന്ധനകൾ ലംഘിക്കപ്പെടുന്നു എന്നാരോപിച്ച് ഇറാൻ എണ്ണ വിതരണത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതാണ് നിലവിലെ പ്രതിസന്ധിക്ക് പ്രധാന കാരണം. മധ്യേഷ്യയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും ഉപരോധങ്ങളുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും കാരണം എണ്ണ കയറ്റുമതിയിൽ വലിയ ഇടിവുണ്ടായിട്ടുണ്ട്. ഇത് വരാനിരിക്കുന്ന ഉന്നതതല ചർച്ചകൾക്ക് തിരിച്ചടിയാകുമെന്ന് നയതന്ത്ര വിദഗ്ധർ വിലയിരുത്തുന്നു. സമാധാന ശ്രമങ്ങൾ പാളുന്നത് മേഖലയിൽ വീണ്ടും സംഘർഷ സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. ആഗോള എണ്ണ വിപണിയിൽ ഇറാൻ പ്രധാന പങ്ക് വഹിക്കുന്നതിനാൽ വിതരണത്തിലെ കുറവ് അന്താരാഷ്ട്ര തലത്തിൽ എണ്ണവില കുതിച്ചുയരാൻ കാരണമായിട്ടുണ്ട്. വിതരണ ശൃംഖലയിലുണ്ടായ തടസ്സങ്ങൾ പരിഹരിക്കാൻ US ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെങ്കിലും തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് ഇറാൻ. വരും ദിവസങ്ങളിൽ നടക്കാനിരിക്കുന്ന ചർച്ചകൾ ഈ പ്രതിസന്ധിക്ക് പരിഹാരമാകുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഫെബ്രുവരി 28 യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് ദിവസം 100-ലധികം കപ്പലുകൾ കൂടുതലും എണ്ണ ടാങ്കറുകൾ ഈ കടലിടുക്ക് വഴി കടന്നുപോയിരുന്നു. ലോകത്തിലെ ഏകദേശം 20% എണ്ണ സാധാരണയായി ഈ മാർഗം വഴിയാണ് എത്തുന്നത്. ഇത് ലോകത്തിലെ ഏറ്റവും നിർണായകമായ കപ്പൽ ഗതാഗത മാർഗങ്ങളിൽ ഒന്നായി ഹോർമുസിനെ മാറ്റുന്നു. അതേസമയം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ ആഴ്ച ആദ്യമാണ് 2 ആഴ്ചത്തെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത്. കപ്പലുകൾക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാൻ ഇറാൻ അനുവദിക്കുന്നതിനെ ആശ്രയിച്ചാണ് ഇതെന്നും ട്രംപ് പറഞ്ഞു. എന്നാൽ ഇതുവരെ മേഖലയിലെ എണ്ണയുടെ ഒഴുക്കിൽ കാര്യമായ അയവ് ഉണ്ടായിട്ടില്ല. വെടിനിർത്തലിന് ശേഷം ഇതുവരെ വെറും 2 കപ്പലുകൾ മാത്രമാണ് ഹോർമുസ് കടലിടുക്ക് കടന്നത് എന്നാണ് റിപ്പോർട്ട്. ഹോർമുസ് കടലിടുക്ക് വഴി ഒരു എണ്ണ ടാങ്കർ സഞ്ചരിച്ചാൽ പോലും വിതരണ വിടവിന്റെ വലിയൊരു ഭാഗം നികത്താനാകുമെന്നാണ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രമുഖ സാമ്പത്തിക ഉപദേഷ്ടാക്കളിൽ ഒരാളായ കെവിൻ ഹസറ്റ് പറഞ്ഞത്. വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിനു ശേഷം ഒരു ഇറാനിയൻ എണ്ണ ടാങ്കർ ഉൾപ്പെടെ 2 എണ്ണ ടാങ്കറുകളും കുറച്ച് ബൾക്ക് കാരിയറുകളും മാത്രമാണ് കടലിടുക്ക് കടന്നതെന്ന് വിശകലന വിദഗ്ധർ പറയുന്നു. ഇത് സാധാരണ നിലയേക്കാൾ വളരെ കുറവാണ്. കൂടാതെ സംഘർഷ സമയത്ത് കണ്ട നിയന്ത്രിത ട്രാഫിക്കിന് സമാനവുമാണ്. ഇത് ഇറാനിൽ വലിയ സൈനിക ആക്രമണങ്ങൾ നേരിട്ട ശേഷവും ശക്തമായ സ്വാധീനം നിലനിർത്താൻ അനുവദിക്കുന്നു എന്ന് വിശകലന വിദഗ്ധർ പറയുന്നു. അതേസമയം മാർഗം തുറന്നുവെന്ന അവകാശവാദങ്ങളെ വ്യവസായ പ്രമുഖരും നിഷേധിക്കുന്നു. കപ്പലുകൾക്ക് കടന്നുപോകാൻ ഇറാനിൽ നിന്ന് അനുമതി ആവശ്യമാണെന്നും പുതിയ ടോൾ പോലും നേരിടേണ്ടി വരുമെന്നും അവർ പറയുന്നു. അതേസമയം എണ്ണവില അനിശ്ചിതത്വം പ്രതിഫലിക്കുന്നുമുണ്ട്. വെടിനിർത്തൽ വാർത്തകളെ തുടർന്ന് വില ആദ്യം ഇടിഞ്ഞെങ്കിലും വിതരണം പുനരാരംഭിക്കുമോ എന്ന സംശയങ്ങൾ ഉയർന്നപ്പോൾ വീണ്ടും ബാരലിന് $100 മുകളിലേക്ക് ഉയർന്നു. ഇപ്പോൾ വെടിനിർത്തൽ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹോർമുസ് തുറന്നതായി വാഗ്ദാനം ചെയ്യുന്നുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ചരക്ക് നീക്കം മന്ദഗതിയിലാണ്. സാധാരണ നിലയിൽ നിന്ന് വളരെ അകലെയുമാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.